രക്ഷകൻ കൂടെയുണ്ട്, എന്റെ ചാരയുണ്ട്, ഞാൻ ഭയപ്പെടില്ല. ഇസ്രായേലിൻ രക്ഷകൻ കൂടെയുണ്ട്, എന്റെ ചാരയുണ്ട്, ഞാൻ ഭയപ്പെടില്ല. നാഥാ കനിയേണമേ, എന്റെ പാപങ്ങൾ പൊറുക്കേണമേ, ദിവ്യദാനങ്ങൾ പകരണമേ. കൂപ്പുകരങ്ങളോടെ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കണ്ട് കർത്താവിൻ്റെ കരുണ നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്ന നിമിഷങ്ങളാണെന്ന് ഹൃദയം കൊണ്ട് തിരിച്ചറിഞ്ഞ് അംഗീകരിച്ച് ഈശോയെ ആരാധിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നോ മുട്ടുകുത്തിയോ നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്നത് പോലെ ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. 23-ാം സങ്കീർത്തനം നമുക്ക് വല്ലാത്ത ആശ്വാസവും വല്ലാത്ത സൗഖ്യം തരുന്ന ഒരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. അത് ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്. നമുക്ക് വരും എല്ലാ ദിവസവും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനമാണ്. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഹൃദയം കൊണ്ട് വിശ്വസിക്കേണ്ട ദൈവത്തിൻ്റെ സ്വരമാണത്. കർത്താവാണ് എൻ്റെ ഇടയൻ. കർത്താവാണ് എൻ്റെ ഇടയനെങ്കിൽ ഒരു സംശയത്തിനും വകയില്ലാതെ അവിടെ നിന്ന് നമ്മെ പരിപാലിക്കും. ഒന്നിനൊരു കുറവുണ്ടാകില്ല. അതാണ് സങ്കീർത്തകൻ പറഞ്ഞത്, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഇതൊന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചേ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന അനേകായിരങ്ങളുണ്ട്. ലോകത്തിൻ്റെ പല കോണുകളിലിരുന്ന് ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സങ്കടങ്ങളുടെയും കഷ്ടപ്പാടിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ജീവിതത്തിൻ്റെ തകർച്ചകളുടെയും വൈകാരിക സമ്മർദ്ദങ്ങളുടെയൊക്കെ നടുവിലിരുന്ന് ഈ ആരാധനയിൽ പങ്കുചേരുന്നവരുണ്ട്. ഒന്ന് വിശ്വസിക്കാവോ, കർത്താവ് നിൻ്റെ ഇടയനാണെങ്കിൽ, കർത്താവ് നിൻ്റെ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ നാഥനാണെങ്കിൽ നിനക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് തന്നെയാണ് സങ്കീർത്തകൻ പറഞ്ഞത്. അത് സത്യമാണ് താനും. അതുകൊണ്ടാണല്ലോ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നില്ല, ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും യേശുക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരും. പിതാവായ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരുമെന്നാണ് വചനം പറയുന്നത്. നീ ചോദിക്കുന്നതിനും യാചിക്കുന്നതിനു മുമ്പേ നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. സ്വന്തം മക്കള് സങ്കടത്തിലും നിരാശയിലും ജീവിതത്തിൻ്റെതായ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിലും കിടക്കാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഉണ്ട് സങ്കീർത്തകൻ പറഞ്ഞതുപോലെ സങ്കീർത്തകനോട് ചേർന്ന് ഹൃദയം കൊണ്ട് നമുക്കൊന്ന് ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. വിശ്വാസത്തോടെ ഈ സങ്കീർത്തനം ഒന്ന് ഹൃദയം കൊണ്ട് ഏറ്റുപറയുക. എന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ 4-ാമത്തെ വചനത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഇങ്ങനെയാണ്, ഇനി മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. സങ്കീർത്തകൻ ഒരുപക്ഷെ മരണതുല്യമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ, മരണം നിഴൽ വിരിച്ച അനുഭവത്തിലൂടെ ആയിരിക്കാം നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ സങ്കീർത്തകൻ പറഞ്ഞു, ഈ അനുഭവത്തിൻ്റെ നടുവിലും അങ്ങ് എൻ്റെ കൂടെയുള്ളതിനാൽ, അതാണ് കാരണം, അങ്ങൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല, അസ്വസ്ഥപ്പെടുകയില്ല, ആകുലപ്പെടില്ല, നിരാശപ്പെടില്ല എന്ന് സങ്കീർത്തകൻ പറഞ്ഞതിനൊറ്റ കാരണമുള്ളൂ, ഈ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലും ദൈവമേ നീ എൻ്റെ കൂടെയുണ്ട്. എത്രയോ ജീവിതങ്ങളെയാണ് ഓരോ ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
പലവിധ മാറാ രോഗങ്ങളുടെയും അസ്വസ്ഥതകളുടെയും ഒക്കെ നടുവിലും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ഈശോ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തോടെ, ധൈര്യത്തോടെ ഈ അനുഭവങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നത്. എത്രയോ പേര് ജീവിതത്തിൻ്റെ പരാജയങ്ങളിലും തകർച്ചകളിലും വല്ലാതെ ഭാരപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ വിഷയങ്ങളുടെ നടുവിലൊക്കെ ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തോടെ, ഭയമില്ലാതെ, ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നത്. സങ്കീർത്തകൻ പറഞ്ഞത് സങ്കീർത്തകന് വേണ്ടി മാത്രമല്ല, നമ്മളും സങ്കീർത്തകനോട് ചേർന്ന് ഈ വിശ്വാസം, ഈ സത്യം പ്രഘോഷിക്കാനാണ്. അപ്പോഴാണ് നമുക്ക് ധൈര്യമുണ്ടാകുന്നത്. നമ്മളിലുള്ള അനാവശ്യമായ ഭയപ്പാടുകൾ, ആശങ്കകൾ, ആകുലതയുടെ, സങ്കടങ്ങളുടെ, സ്വകാര്യ ദുഃഖങ്ങളുടെ വിഷയങ്ങളെല്ലാം വിശുദ്ധീകരിക്കപ്പെടുന്നത് എൻ്റെ കർത്താവിൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് സങ്കീർത്തകനോട് ചേർന്ന് പറയാൻ നമ്മൾ പഠിക്കുമ്പോഴാണ്. എൻ്റെ മക്കളെ, നിങ്ങൾ ഈ ശുശ്രൂഷയിൽ എവിടെ ഇരുന്നു ആകട്ടെ പങ്കെടുക്കുന്നത്, നിങ്ങളുടെ അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ഒരുപക്ഷെ ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിബന്ധങ്ങളും തടസ്സങ്ങളൊക്കെ നിങ്ങൾ നേരിടുന്നുണ്ടാകാം. മക്കളെ ഓർത്തൊക്കെ വല്ലാതെ വേദനിക്കുകയും ഞെരുങ്ങുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നവർ ഇതിനകത്തുണ്ടാകാം. സാമ്പത്തിക വരുമാന മാർഗങ്ങൾ വല്ലാതെ തകർന്നും തരിപ്പണമായി കിടക്കുന്ന അവസ്ഥകൾ, ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതകൾ, കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റണില്ല, ജപ്തി നോട്ടീസിന്റെ അവസ്ഥ വരെ ഭവനത്തിൽ എത്തി നിൽക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകാം. ഒരുപക്ഷെ ആത്മഹത്യയെക്കുറിച്ച്, കൂട്ടാത്മഹത്യയെക്കുറിച്ച് പോലും കുടുംബത്തിലിരുന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. മരണം നിഴൽ വീണ അനുഭവമാകാം. ഒരുപക്ഷെ മോനെ നീ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ICUയുടെയും വെന്റിലേറ്ററിൻ്റെ ഒക്കെ നടുവിൽ നിന്റെ വേണ്ടപ്പെട്ടവര്, ഒരുപക്ഷെ നിന്റെ ജീവിത പങ്കാളി, നിന്റെ മക്കള്, നിന്റെ മാതാപിതാക്കളൊക്കെ കിടക്കുന്നുണ്ടാകാം. മരണം നിഴൽ വിരച്ച ചില അനുഭവങ്ങളുടെ ആ സാധ്യതയുടെ നടുവിലൂടെയാകാം ഒരുപക്ഷെ നീയും നിന്റെ കുടുംബമൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സങ്കീർത്തകൻ പറഞ്ഞത് ഹൃദയം കൊണ്ട്, ജീവിതം കൊണ്ടൊക്കെ ഒന്ന് വിശ്വാസത്തിൽ ഉറക്കെ പ്രഖ്യാപിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ ശക്തിയും നമ്മളിൽ വെളിപ്പെടാൻ തുടങ്ങും. അതാണല്ലോ സങ്കീർത്തകനിലൂടെ വെളിപ്പെട്ടത്. സങ്കീർത്തകൻ പറഞ്ഞു, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുള്ളതിനാൽ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലും ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവേ, നിൻ്റെ കാരുണ്യത്തിൻ്റെ കരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീട്ടണമേ. കർത്താവ്, ഇവരനുഭവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക്, ഇവർ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിലേക്ക്, ഇവിടെ സ്വകാര്യ നൊമ്പരങ്ങളിലേക്ക് ദൈവമേ നിന്റെ കരുണയുടെ കരം നീട്ടണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലും കൈപിടിച്ചുയർത്തുന്ന കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യം ഇപ്പോൾ ഈ മക്കളിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ അൾത്താരയിൽ വന്ന് നീ ചെയ്ത അത്ഭുതം സാക്ഷ്യപ്പെടുത്താൻ തക്ക വിധത്തിൽ ദൈവമേ ഇപ്പോൾ തന്നെ ഈ മക്കളിൽ വിദൂരങ്ങളിലായിരിക്കുന്നവര്, വിദേശങ്ങളിലായിരിക്കുന്നവര് നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ രണ്ട് ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. നിന്റെ വേദനകൾ ദൈവസന്നിധിയിലേക്ക് ഉയരട്ടെ, നിന്റെ സങ്കടങ്ങൾ ഉയരട്ടെ. നീ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ ജീവിത ഭാരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി ദൈവമേ, നീ വചനത്തിലൂടെ പറഞ്ഞില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരട്ടെ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. യേശുവേ, നീ തരുന്ന ആശ്വാസം ഇപ്പോൾ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നീ വർഷിക്കണമേ. ഞങ്ങൾ അധ്വാനിക്കുന്നവരാണ്, വല്ലാത്ത ഭാരം വഹിക്കുന്നവരാണ്. കർത്താവേ, നീ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിയൊന്ന് കർത്താവിനെ സ്തുതിക്കാവോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ, കരുണ കാണിക്കണമേ. ഈശോയെ, മക്കളുടെ മേൽ കരുണ കാണിക്കണമേ. ലോകത്തിന്റെ പല ജീവിത സാഹചര്യങ്ങളുടെ നടുവിലിരുന്ന് നിന്നെ വിളിച്ച് കരയുന്ന മക്കൾ ഇതിനകത്തുണ്ട്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. യേശുവേ, യേശുവേ, നിന്റെ ജീവിക്കുന്ന സാന്നിധ്യം ഈ മക്കളുടെ മേൽ നീ ഇപ്പോൾ വെളിപ്പെടുത്തണമേ. രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം തരണമേ. മനസ്സ് തളർന്നു പോയവരെ ബലപ്പെടുത്തണമേ. ജീവിതം തകർന്നവരെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കണമേ. മുന്നോട്ട് പോകാൻ പറ്റാതെ തകർന്നുപോയ ദാമ്പത്യങ്ങളെ പുനരുദ്ധരിക്കണമേ. തകർന്നുപോയ കുടുംബ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കണമേ. ക്ഷയിച്ചുപോയ വിശ്വാസ ജീവിതത്തെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ യേശുവേ ഈശോയേ ഈശോയേ ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയെ ആരാധന യേശുവേ ആരാധന ഈശോയെ നന്ദി ഹല്ലേലൂയ 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 ഈശോയെ ആരാധന 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 ഈശോയെ നന്ദി ഈശോയെ മഹത്വം സൃഷ്ടികളെ സ്തുതി പാടുവിൻ ആമേൻ നാഥനെ വാഴ്ത്തിടുവിൻ ഈശോയെ മഹിമകൾ തിങ്ങും മിക പരമേ നിത്യം പാടി പുകഴ്ത്തിടുവിൻ സൃഷ്ടികളെ സ്തുതി പാടുവിൻ നാഥനെ വാഴ്ത്തിടുവിൻ മഹിമകൾ തിങ്ങും ഇഹ പരമേ നിത്യം പാടി പുകഴ്ത്തിടുവിൻ വാനിടമേ ദൈവദൂതരെ നാഥനെ വാഴ്ത്തിടുവിൻ ഈശോയെ അമ്പരമേ ജലസഞ്ചയമേ നിത്യം പാടി പുകഴ്ത്തിടുവിൻ വാനിടമേ ദൈവദൂതരെ നാഥനെ വാഴ്ത്തിടുവിൻ അമ്പരമേ ജലസഞ്ചയമേ നിത്യം പാടി പുകഴ്ത്തിടുവിൻ സൃഷ്ടികളെ സ്തുതി